തലസ്ഥാനത്തെ അനധികൃത നിർമ്മാണത്തിന് തടയിടുമെന്ന് മേയർ വി രാജേഷ് പലതവണ നഗരസഭ മുന്നറിയിപ്പ് നൽകി. സ്റ്റോപ്പ് മെമ്മോ ഉൾപ്പെടെ നൽകിയിരുന്നു. എന്നിട്ടും മാഫിയ പോലെ നിയമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സ്പെഷ്യൽ കോർപ്പറേഷൻ സമിതി അനധികൃത നിർമ്മാണത്തിന് തടയിടാനായി പ്രവർത്തിക്കുമെന്നും മേയർ വി രാജേഷ് വ്യക്തമാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ നേരിട്ട് തന്നെ കർശനമായ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. സാധാരണ സെക്കൻഡ് സാറ്റർഡേയുടെ തലേദിവസമുള്ള വെള്ളിയാഴ്ച രാത്രിയും മുതൽ കൺസ്ട്രക്ഷൻ ആരംഭിച്ച്, അതായത് കോടതിയിൽ നിന്ന് ഉത്തരവൊന്നും ആർക്കും വാങ്ങാൻ പറ്റാത്ത സമയം കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഓണാവധി തുടങ്ങുകയാണ്. ഈ ഓണാവധിയുടെ 4-5 ദിവസമാണ് പട്ടണത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അനധികൃത നിർമ്മാണം കാര്യമായിട്ട് നടക്കുന്നതെന്നാണ് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നഗരഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തട്ടുകടകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മേയർ പറഞ്ഞു. ഓണത്തിന് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എഞ്ചിനീയറിംഗിൽ തട്ടുകടകളുടെ പരിശോധനയിൽ കുറെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. പിന്നെ അതിലൊരു കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യാനുണ്ട്. അതായത് വെൻഡിങ് സോൺ, നോൺ വെൻഡിങ് സോൺ, സെമി വെൻഡിങ് സോൺ, ഈ ക്രൈറ്റീരിയ പാലിച്ച് അനൗൺസ് ചെയ്യണം. കൗൺസിൽ അത് പാസ്സാക്കി അത് നോട്ടിഫൈ ചെയ്യണം. അതിൻ്റെതായ ഒരു ഹോംവർക്ക് നടക്കുക. അതുകൂടെ കഴിഞ്ഞിട്ട് മാത്രമേ അക്കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനു മുൻപ് തന്നെ തട്ടുകടകൾ നടത്തി ജീവിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം കോർപ്പറേഷൻ ഭരണസമിതി അംഗീകരിച്ച, കൗൺസിൽ അംഗീകരിച്ച ഒരു സിസ്റ്റത്തിലൂടെ കച്ചവടം നടത്താനുള്ള സംവിധാനം അവർക്ക് ചെയ്തു കൊടുക്കണമല്ലോ, അവർക്ക് ജീവിക്കണമല്ലോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചു കൊടുക്കുകയും ഒപ്പം തന്നെ വെൻഡിങ് സോൺ തീരുമാനിക്കുകയും ചെയ്തതിനു ശേഷം മാത്രം യാത്രക്കാർക്കൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്ന, നഗരഗതാഗതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന തട്ടുകടകൾ മാറ്റും. തീർച്ചയായും പറ്റിയിട്ടുണ്ട്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല വലിയ വലിയ ഹോട്ടലുകൾ നടത്തുന്നവർ ഹോട്ടലുകളിൽ പകൽ കച്ചവടം നടത്തിയിട്ട് വൈകുന്നേരം ചിലപ്പോൾ അവിടെ അറിയാമല്ലോ, അവിടെ വൈകുന്നേരം വരെ ചിലവാകാത്ത, വിൽക്കാൻ പറ്റാത്ത ഭക്ഷണമായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് ചൂടാക്കും, കൊടുക്കുന്നുണ്ട്. തട്ടുകടകൾ അല്ലെങ്കിൽ തെരുവോര കച്ചവടം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിക്കുന്നത് ഒരു കുടുംബത്തിന് ജീവിക്കുവാൻ വേണ്ടി, വേറെ അവർക്ക് മറ്റൊരു സ്ഥാപനവും നടത്താൻ പറ്റാത്തവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു തെരുവോര കച്ചവടം എന്നുള്ളതാണ് മാനദണ്ഡം. ആ മാനദണ്ഡം ഞങ്ങൾ പരിശോധിക്കും. അത് ഭരണപരമായിട്ട് കൃത്യമായിട്ട് 2-3 ഘട്ടങ്ങളിൽ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ലൈസൻസ് കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരെ അനുവദിക്കും. അവർക്ക് നിയമപരമായിട്ട് കൃത്യമായിട്ടുള്ള ഹൈജീനിക് സിറ്റുവേഷനിൽ ചെയ്യാനുള്ള സഹായം തന്നെ ചെയ്യും. അതിന് പോലീസ്